ഹായ് ഹലോ, എല്ലാവർക്കും സുഖമാണോ? എല്ലാവർക്കും സുമീസ് ടിപ്സ് ആൻഡ് ടേസ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നൊരു ചെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പിയാണ് കാണിച്ചു തരുന്നത്. നല്ല ചുവപ്പ് കളറുള്ള ചെമ്മീനാണ്, തലയ്ക്ക് നല്ല വലിപ്പമുള്ള ചെമ്മീൻ. ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു കിലോയ്ക്ക് താഴെ ഉണ്ടായിരുന്നുള്ളൂ. 1 കിലോ ചെമ്മീൻ എടുത്തതാണ്, നിറയെ വേസ്റ്റ്. അപ്പോൾ ഇത് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും സവാള കനം കുറച്ച് അരിഞ്ഞതും വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു വലിയ സവാളയാണ് ഞാൻ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്നത്. പിന്നെ 4 സവാള കനം കുറച്ചരിഞ്ഞതും ഉപ്പും ചേർത്ത് വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഞാൻ വഴറ്റുന്നത്. ഞാൻ ബിരിയാണിക്ക് എപ്പോഴും വെളിച്ചെണ്ണ തന്നെയാണ് ചേർക്കുന്നത്. അത് നന്നായിട്ട് വഴറ്റി എടുക്കാം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യണേ. ഒരു മിക്സിയുടെ ജാറിലേക്ക് 3 വലിയ പച്ചമുളകും 2 വലിയ കഷ്ണം ഇഞ്ചി, 1 ഇഞ്ച് കഷ്ണം വലിപ്പമുള്ള 2 കഷ്ണം ഇഞ്ചിയും, ഞാൻ 12 പീസ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഒരുപാട് വലുതല്ല കേട്ടോ, അതുകൊണ്ടാണ് 12 പീസ് എടുത്തത്. അത് 3ഉം കൂടി നന്നായിട്ടൊന്ന് ചതച്ചെടുത്തതും കൂടെ നമ്മുടെ സവാളയിലേക്ക് ചേർത്ത് നന്നായിട്ട് വഴറ്റാം. അത് പച്ചമണം മാറിയ ശേഷം 2 തക്കാളിപ്പഴം കൂടി ചേർത്ത് വീണ്ടും വഴറ്റിയെടുക്കണം. നന്നായി മിക്സ് ചെയ്ത് ഒന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ആവി കയറ്റുമ്പോൾ തക്കാളി നന്നായി ഉടഞ്ഞ് കിട്ടും. അത് നമുക്ക് അവിടെ ആവി കയറ്റാൻ വേണ്ടി വയ്ക്കാം. അപ്പോഴേക്കും നമുക്ക് ബിരിയാണിക്കുള്ള വെള്ളം അടപ്പയിലോട്ട് വെച്ചാലോ. ഒരു കഷ്ണം പട്ട, തക്കോലം, ഗ്രാമ്പൂ, ഏലയ്ക്ക, 4 ഏലക്കയാണ് എടുത്തിരിക്കുന്നത്. ഏലക്കയുടെ തരിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. പിന്നെ 2 പുതിനയുടെ ഇലയും കൂടി ബിരിയാണി ചെമ്പിലേക്ക് ഞാൻ 3/4 ചെമ്പ് വെള്ളം വെച്ചിട്ടുണ്ട്. 1 കിലോ അരി ആണ് ഞാനിപ്പോൾ ബിരിയാണി വെക്കുന്നത്. അപ്പോൾ ഒരു 3/4 ചെമ്പോളം വെള്ളം വെച്ചിട്ടുണ്ട്. എനിക്ക് വെള്ളം ഊറ്റിക്കളഞ്ഞ് വെക്കുന്നതാണ് എനിക്കിഷ്ടം എപ്പോഴും. ഇടയ്ക്കൊന്ന് നമുക്ക് തക്കാളി വഴറ്റി നോക്കാമേ. വഴറ്റി നന്നായിട്ട് അതൊന്ന് വഴന്ന് വന്ന ശേഷം അതിലേക്ക് മസാലകൾ ചേർക്കണം. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, മഞ്ഞൾപ്പൊടി. ഇത് ഇത്രയുമാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. നന്നായിട്ട് പച്ചമണം മാറുന്നിടം വരെ ഇത് വഴറ്റി കൊടുക്കണം. അതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് കഴുകി വെച്ചിരിക്കുന്ന ചെമ്മീൻ കൂടി ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഒരു സൈഡിൽ ഞാൻ ബിരിയാണിക്ക് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ, അത് തിളയ്ക്കട്ടെ. ഉപ്പൊക്കെ ആവശ്യത്തിനിട്ടാണ് വെള്ളം വെച്ചിരിക്കുന്നത്. ഈ ചെമ്മീൻ നന്നായിട്ട് മിക്സായി കിട്ടുമ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് ചൂടുള്ള വെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് കേട്ടോ. പച്ചവെള്ളം ഒഴിക്കരുത്, പച്ചവെള്ളം ഒഴിച്ചാൽ ടേസ്റ്റ് മാറിപ്പോവും. എരിവ് കുറവാണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കാം. ഞാൻ ചേർത്തിട്ടുണ്ട്. അതായത് നന്നായി ഇങ്ങനെ മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് ചൂടുവെള്ളം ചേർക്കണം. ഈ ചൂടുവെള്ളം കൂടി ചേർത്ത ശേഷം അത് നമുക്ക് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് അടച്ച് വെക്കാം. ചെറുതീയിൽ ഒരു 5 മിനിറ്റ് മതിയാവും. കൊഞ്ചിനധികം വേവില്ല. കൊഞ്ച് ഒരുപാട് നേരം ഇട്ട് വേവിച്ച് കഴിഞ്ഞാൽ റബ്ബർ പോലെ ആയിപ്പോവും. ഒന്നുകിൽ പെട്ടെന്ന് വേവിക്കണം, അതല്ലെങ്കിൽ ചെറുതീയിൽ ഒരുപാട് നേരം ഇട്ട് വേവിക്കണം. വെള്ളം തിളച്ചിട്ടുണ്ടേ. അപ്പോൾ ഞാൻ അതിലേക്ക് അരി ഇടുകയാണ്. നന്നായി കഴുകിയെടുത്ത കൈമ റൈസാണ് ഞാൻ ഇട്ടിരിക്കുന്നത്, ലോങ് റൈസ് അല്ല. അപ്പോൾ അത് നന്നായി ഒന്ന് കഴുകി ഇട്ട ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ടുണ്ട് ഞാൻ, ഒട്ടിപ്പിടിക്കാതിരിക്കാനാണേ. അതൊന്ന് അടച്ച് വെച്ചേക്കാം. ഒരു 8-10 മിനിറ്റിനുള്ളിൽ നമുക്ക് നമ്മുടെ ചോറ് വേവും. കൊഞ്ചും അതിനുള്ളിൽ റെഡി ആയിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇത്ര തന്നെ ഗ്രേവിയും മതിയാവും. ഒരുപാട് വെള്ളവും വേണ്ട, ഒരുപാട് ഡ്രൈയും ആവരുത്. അപ്പോൾ അവിടെ ഇരിക്കട്ടെ. അപ്പോഴേക്കും നമ്മുടെ ചോറ് വേവും. നോക്കൂ, ചോറ് വെന്തിട്ടുണ്ടേ. അപ്പോൾ നമുക്കിത് വെള്ളം ഊറ്റിയെടുത്തിട്ട് വരാം. വെള്ളം ഊറ്റിയെടുത്ത് ബിരിയാണി ദം ചെയ്യുന്ന പാത്രത്തിൻ്റെ അടിഭാഗത്ത് ആദ്യം ഞാനൊരു 1/4 ഭാഗത്തോളം ചോറ് നിരത്തിയിട്ടിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞതും നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവാളയും കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും കൂടെ നന്നായി വിതറി ഇട്ട് കൊടുക്കാം. അതിന് മുകളിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കൊഞ്ചും ഗ്രേവിയും ചേർത്ത് നന്നായി പരത്തി ഇട്ട് കൊടുക്കണം. അതിന് മുകളിൽ വീണ്ടും ചോറിട്ട് കൊടുക്കുക. മുകളിൽ വീണ്ടും പഴയതുപോലെ തന്നെ സവാള, മല്ലിയില, പുതിനയില, അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ വറുത്തതെല്ലാം വിതറി കൊടുക്കാം. വേണമെങ്കിൽ 2-3 ലെയറായിട്ടൊക്കെ ഇടാം കേട്ടോ. പിന്നെ ഇത് 1 കിലോ അരിയുടെ ചോറായതുകൊണ്ട് ഞാൻ ഒരുപാട് ലെയറാക്കി ഒന്നും ഇടുന്നില്ല എന്നേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ. പിന്നെ ഇതിലേക്ക് ഞാൻ അമൂലിൻ്റെ കൗഗിയാണ് എടുത്തിരിക്കുന്നത്. നല്ല സ്മെല്ലാണ്, എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ അമൂലിൻ്റെ ഗീ. അപ്പോൾ ഇതൊരു 1.5 ടേബിൾ സ്പൂണോളം, 1.5-2 ടേബിൾ സ്പൂൺ അടുപ്പിച്ച് ഞാൻ ഒഴിച്ചിട്ടുണ്ട് 1 കിലോ അരിക്ക്.
ഒരുപാടൊന്നും വേണ്ട. കൊഞ്ച് ബിരിയാണിക്ക് നെയ്യുടെയും ബിരിയാണി എസൻസിൻ്റെ ഒന്നും ഓവർ സ്മെല്ല് നമുക്ക് വേണ്ട. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ അടുപ്പിച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ ബേക്കേഴ്സിൻ്റെ ബിരിയാണി എസൻസും ചുറ്റിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത്രയും മതിയാവും. നമ്മൾക്ക് കൊഞ്ചിൻ്റെ നല്ല സ്മെല്ലും നല്ല ടേസ്റ്റും ആ ബിരിയാണിക്കുണ്ടാവും. അപ്പോൾ ഇത്രയും മതിയാവും. നമുക്കിതൊന്ന് അടച്ച് വെച്ച് മുകളിൽ വെയിറ്റ് ഇട്ട് കൊടുക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ദം ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഞാൻ വെയിറ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്, വെയിറ്റുള്ള സാധനം വെച്ച്. അപ്പോൾ ഇത്രയേ ഉള്ളേ. താങ്ക് യു. സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കൂടി പറയണേ.